ഹലോ എവരിവൺ, ക്രിസ്പർ ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 2017 തൊട്ട് 2025 വരെയുള്ള ബയോളജിയിൽ വന്ന ചാപ്റ്റേഴ്സിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 2017 തൊട്ട് 2025 വരെ 9 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നുപോയി. അതിന്റെ ഓരോ ടോപ്പിക്കിലൂടെയും കടന്നുപോയിട്ട് ഒരു ജെഇ ആസ്പിറന്റ് ആണ് എങ്കിൽ എങ്ങനെ ഒരു മിനിമം എഫേർട്ടിലൂടെ മാക്സിമം റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, മാക്സിമം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുവഴി ഐസറിലേക്ക് എത്താൻ പറ്റും എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഏതൊക്കെ ചാപ്റ്റർ നമ്മൾ പഠിക്കണം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, എന്നാൽ ഐസറിൽ എത്തണമെന്നും ആഗ്രഹിക്കുന്ന, ജെഇക്കൊക്കെ വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റ് ഡീപ്പ് ആയിട്ടുണ്ട് അല്ലേ? പലപ്പോഴും നിങ്ങൾ ഈ ഒരു വർഷം ബയോളജി പഠിക്കാനേ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. ഐസറിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച് തന്നെ ജെഇ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ബയോളജി ഒക്കെ ഞാൻ സ്വന്തം പഠിച്ചെടുക്കുന്നൊക്കെ വിശ്വാസത്തിന്റെ പേരിലാണ് ഈ ഒരു ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നത് എങ്കിലും പലപ്പോഴും ഞാൻ പല കുട്ടികളോടും സംസാരിച്ച സമയത്ത് അവർ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ബയോളജി കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഐസറിനെ സംബന്ധിച്ചിടത്തോളം ബയോളജി എന്ന് പറയുന്നത് അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററുമാണ് അല്ലെ? ആൻഡ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ്, 8 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു 30 to 40 മാർക്ക് നമുക്ക് അടിപൊളിയായിട്ട് ബയോളജിയിലൂടെ എടുക്കാൻ അതൊന്ന് മാത്രം കിട്ടുന്നതാണ്. അപ്പൊ വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബയോളജിയെ പ്ലാൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജെഇ ആസ്പിറൻസിന് ഏറ്റവും കൂടുതൽ വാല്യൂ ഡെലിവർ ചെയ്യുന്ന ഒരു ടൈപ്പ് വീഡിയോയുമാണിത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ ഇതുവരെയുള്ള അനാലിസിസ് എന്ന് പറയുന്നത്. ഇതുവരെയുള്ള ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്ന് 2017 തൊട്ട് 2025 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും നമ്മൾ കടന്നുപോയി വെരിഫൈ ചെയ്തെടുത്ത ഒരു ഡാറ്റയാണിത്. ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു പ്രസന്റ് ചെയ്യുന്ന പ്രസന്റേഷന്റെ PDF നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള എല്ലാ ഐസർ ആസ്പിറൻസും ഉള്ള നമ്മളുടെ ഒരു ഐസർ കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഐസർ ഫാമിലിയാണ്. ആ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് PDF സ്വയം നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഓരോ ചാപ്റ്റേഴ്സും അതിൽ നിന്നും എത്ര ചോദ്യങ്ങൾ ഓരോ വർഷവും വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ സ്വയം നമ്മളുടെ ടീം ഡെവലപ്പ് ചെയ്തെടുത്തതാണിത്. അതില് നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിന്റെ ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് ജെനറ്റിക്സ് 1 നിന്നാണ്, പിന്നെ ബയോടെക്നോളജിയിൽ നിന്നുമാണ്, പിന്നെ ജെനറ്റിക്സ് 2 നിന്നുമാണ്, ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്, ബയോമോളിക്യൂൾസ്, സെൽ സൈക്കിൾ, സെൽ ഡിവിഷൻ, ഫോട്ടോസിന്തസിസ്. ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നും മാത്രം ഏകദേശം മോർ ദാൻ 55% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പണ്ട് ഉണ്ടായിരുന്ന ഡൈജഷൻ, അതേപോലെ നമ്മളുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിന്റെ ടിഷ്യൂസ്, അതിൽ നിന്നൊക്കെ ഒരുപാട് ഡിലീറ്റഡ് ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. ഡിലീറ്റഡ് ടോപ്പിക്സിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, റീസെന്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ ഡിലീറ്റഡ് ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. അതായത് ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഇപ്പൊ ഡിലീറ്റഡ് ടോപ്പിക് ആയി, അതായത് ഒരു സമയത്ത് ഡിലീറ്റ് ചെയ്തിരുന്നല്ലോ, അതിനുശേഷം പിന്നെ ആ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടേ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം സ്ട്രിക്ട്ലി NCERT ബേസ് ചെയ്തിട്ട് മാത്രമേ ബയോളജിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളൂ. അപ്പം ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് PDF നിങ്ങളൊന്ന് ജസ്റ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് ഇതൊന്ന് അനലൈസ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് എൻ്റെ കുറച്ച് ഇൻസൈറ്റുകളാണ്, എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഇൻസൈറ്റുകളാണ്. ഇതില്
കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ജെം ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്തായാലും ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ അടിപൊളി ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് ആസ് എ ജെഇ ആസ്പിറന്റ്, ജെഇക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പീറ്റർ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ പോവരുത്. വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ പറയുന്നുള്ളൂ, ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഏതാണെന്ന് അറിയോ? ജെനറ്റിക്സും മോളിക്കുലർ ബയോളജി, അതായത് നമ്മൾ ജെനറ്റിക്സ് 1 and 2. അതിൽ നിന്നും മാത്രം 2025 പേപ്പറിൽ നിന്ന് 27% മാർക്കുകളും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ജെനറ്റിക്സിൽ നിന്ന് മാത്രം, ജെനറ്റിക്സും മോളിക്കുലാർ ബയോളജിയിൽ നിന്നും മാത്രം 27% ആണ് 2025 പേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ജെഇക്കാർ എന്തായാലും ഇത് എഴുതണമെന്ന് അല്ലെങ്കിൽ ഇത് പഠിക്കണം എന്ന് പറയാൻ കാരണം എന്താ? ഇത് വലിയ കാര്യമല്ല നിങ്ങൾക്ക്. നിങ്ങൾ ഓൾറെഡി ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത ആൾക്കാരാ. അപ്പൊ ഇത് കോൺസെപ്ഷ്യൽ, ഹൈലി കോൺസെപ്ഷ്യൽ ആൻഡ് ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ഉണ്ടാവുക. ആൻഡ് എല്ലാ വർഷവും ഈ ഒരു ഭാഗത്ത് നിന്ന് ജെനറ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നെവർ സ്കിപ്പ് ദിസ് ടോപ്പിക്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബയോടെക്നോളജിയാണ്. ഈ കൺസിസ്റ്റൻസി വെച്ച് നോക്കുകയാണെങ്കിൽ ബയോടെക്നോളജിയാണ് കിങ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും, ഓൾമോസ്റ്റ് എല്ലാ വർഷവും ബയോടെക്നോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 9 പ്രാവശ്യം നമ്മൾ നടത്തിയ എക്സാമിൽ 8 പ്രാവശ്യവും ബയോടെക്നോളജിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്താ ബയോടെക്നോളജിന്റെ പ്രത്യേകത എന്നറിയോ? ബയോടെക്നോളജി 1ൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കല്. ബയോടെക്നോളജി 1 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെരി ഷോർട്ട് സിലബസ് ആണ്. അപ്പം അതുപോലെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈൽഡ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലുമാണ്. ആൻഡ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇടുന്ന എഫേർട്ട്, അത് നമ്മൾ പഠിക്കാൻ ഇടുന്ന എഫേർട്ട് ടു അതിൽ നിന്നും കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പൊ ബയോടെക്നോളജി നമ്മുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ തന്നെ വേറൊരു അടിപൊളി ചാപ്റ്റർ ആണ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ജെഇ കെമിസ്ട്രിയിൽ ഈ ബയോമോളിക്യൂൾസ് പഠിച്ചതാണ്. കെമിസ്ട്രിയിൽ നിങ്ങൾ ഓൾമോസ്റ്റ് 80% ഈ ബയോളജിയിൽ പഠിക്കാനുള്ള കാര്യങ്ങളും പഠിച്ചതാണ്. ഇനി അതിനെക്കാട്ടിലും ഒരു എക്സ്ട്രാ ഒരു 20% കൂടെ നിങ്ങൾ ഒരു എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ബയോമോളിക്യൂൾസ് നിങ്ങൾക്ക്, ഈ ഒരു ബയോളജിയിലുള്ള ബയോമോളിക്യൂൾസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി NCERT ബേസ് ചെയ്തിട്ടുള്ള മാത്രം ബയോമോളിക്യൂൾസിന്റെ ആവശ്യമേ ഉള്ളൂ. വൺ ഓഫ് ദ ഈസിയസ്റ്റ് ആയിട്ടുള്ള സ്കോറിംഗ് ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് ബയോമോളിക്യൂൾസിൽ നിന്ന്, പ്രത്യേകിച്ച് എൻസൈംസിൽ നിന്ന്, ബയോമോളിക്യൂൾസിന്റെ എൻസൈംസിന്റെ മെക്കാനിസത്തിൽ നിന്ന് ഇപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ബയോമോളിക്യൂൾസ് ഒരു ജെഇക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ചാപ്റ്റേഴ്സ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ജെനറ്റിക്സ്, ബയോടെക്നോളജി, മോളിക്കുലാർ ബയോളജി, അതായത് ജെനറ്റിക്സ് 2, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ബയോമോളിക്യൂൾസ്, ഇതാണ് നമ്മളുടെ ടോപ്പ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി റീസെന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 ഇയേഴ്സിന്റെ ട്രെൻഡ് ഞാൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ഒരു എണ്ണം കൂടി വരുന്നതായിട്ടുണ്ട്. അതൊരു ഹോട്ട് ടോപ്പിക് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ആ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദ്യം ചോദിക്കുന്നതിന്റെ എണ്ണം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എപ്പോഴും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഒരാൾക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മെമ്മറൈസേഷൻ ഒന്നും അത്ര അധികം ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ട്രെൻഡ് കാണിക്കാനുള്ള കാരണം. അപ്പൊ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയായി മാറട്ടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതുപോലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ഈ 2 ചാപ്റ്റേഴ്സ്. ഇനി കുറച്ച് ട്രാപ്പ് ചെയ്യുന്ന ചാപ്റ്റേഴ്സും ഉണ്ട്. ട്രാപ്പ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ആനിമൽ കിങ്ഡം അല്ലെങ്കിൽ പ്ലാൻ കിങ്ഡം. ആനിമൽ കിങ്ഡം ആൻഡ് പ്ലാൻ കിങ്ഡത്തിന്റെ ഒക്കെ സിലബസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ സിലബസ് ആണ് നമുക്ക് അതിൽ കാണാൻ പറ്റുക. പക്ഷെ അതിൽ നിന്നും ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ ഒരു വർഷം ഒരു ചോദ്യമാണ് ചോദിക്കുള്ളൂ. അപ്പൊ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് അത്ര സമയം കളയുക എന്ന് പറയുന്നത് ലോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അത്രയും സമയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതുപോലെയുള്ള ചാപ്റ്റേഴ്സിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഹ്യൂമൻ ഫിസിയോളജി ആസ് നമ്മൾ നോക്കുമ്പോൾ വലിയ ചാപ്റ്റേഴ്സ് ആണ്. അതായത് ഹ്യൂമൻ ഫിസിയോളജി ടോട്ടൽ കണ്ടന്റ് നമ്മൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതിന്റെയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പം ആനിമൽ കിങ്ഡം ആൻഡ്
പ്ലാനിങ്ങിലാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂജ് സിലബസ് ആണ്. എല്ലാ പ്രാവശ്യവും ഒരു ചോദ്യമേ ഇതിൽ നിന്ന് ചോദിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടണം, നമ്മൾ ഒരുപാട് മെമ്മറൈസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി ഡിലീറ്റഡ് ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് ഡൈജഷൻ ഉണ്ടായിരുന്നു, ആൻഡ് ഈ നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിൽ ടിഷ്യൂ എന്ന് പറയുന്ന പാർട്ട് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊന്നും ഇപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ദാറ്റ് മീൻസ് ദാറ്റ് ഇപ്പൊ NCERT-യിൽ എന്തുണ്ടോ, റാഷണലൈസ്ഡ് ആയിട്ടുള്ള സിലബസിൽ എന്തുണ്ടോ, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പറയുന്ന സിലബസിൽ എന്തുണ്ടോ, അതിൽ നിന്നും മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഡിലീറ്റഡ് ടോപ്പിക് ഒരിക്കലും നിങ്ങൾ പഠിക്കേണ്ട. ഇപ്പൊ എന്താണോ NCERT-യിൽ ഉള്ളത് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി JEE to ഐസർ നമ്മളൊരു സ്ട്രാറ്റജി നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ടോപ്പ് ടയർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ജെനറ്റിക്സ് എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം, ബയോടെക്നോളജി പഠിച്ചിട്ടുണ്ടായിരിക്കണം, ജെനറ്റിക്സ് 2 പഠിച്ചിട്ടുണ്ടായിരിക്കണം, ഹ്യൂമൻ ഹെൽത്ത് ആ ചാപ്റ്റർ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിൽ യാതൊരു തർക്കമില്ല. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്താണെങ്കിലും നെക്സ്റ്റ് ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഇക്കോളജി, എവല്യൂഷൻ, സെൽ സൈക്കിൾ. അപ്പൊ നോക്കട്ടെ, ഈ പറയുന്ന ഈ ആൾക്കാരെ നിങ്ങൾ പഠിക്കാതെ, ഏതൊരു JEE ആസ്പിറന്റ് ആണെങ്കിലും പഠിക്കാതെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതരുത്. ഇനി ടയർ 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡിസ്കസ് ചെയ്തതിലെ ഏറ്റവും താഴത്തുള്ള ചാപ്റ്റേഴ്സ്, കൂടുതൽ മെമ്മറൈസ് ചെയ്യേണ്ട ടൈപ്പ് ചാപ്റ്റേഴ്സ്, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ടൈപ്പ് ചാപ്റ്റേഴ്സ്, അതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ ടോപ്പ് ടയർ 1 ആൻഡ് ടയർ 2 ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? യെസ്. ഇനി നിങ്ങൾ ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എന്നാൽ JEE റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കേണ്ട ബയോളജി ചാപ്റ്റേഴ്സ് എങ്ങനെയാന്ന് ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഇനി ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പല കുട്ടികളും ആണെന്നുണ്ടെങ്കിലും ജെനറ്റിക്സ്, ബയോടെക്നോളജി, മോളിക്കുലർ ബയോളജി, ഹ്യൂമൻ ഹെൽത്ത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റേഴ്സ് എസ്പെഷ്യലി ഇത് ഭയങ്കര ടഫാണ് എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ആൾക്കാർ സ്കിപ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് അത് സ്കിപ്പ് ചെയ്യരുത്. ഇനി നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, JEE-യിൽ നിന്നും ഐസറിലേക്ക് എത്താനുള്ള ഒരു ആഡ് ഓൺ കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ കംപ്ലീറ്റ് ബയോളജി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ തന്നെ ഹൈ ഈൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു ലെക്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ആൻഡ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ അതുപോലുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ നടത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണൽ ആയിട്ടുള്ള ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് മെന്റേഴ്സ് ആയിട്ടുണ്ടായിരിക്കും. വീക്ക്ലി ടെസ്റ്റ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. വീക്ക്ലി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബയോളജിക്ക് വേണ്ടി മാത്രം, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ബയോളജി മാത്രമല്ല ഇല്ലാത്തത്, പക്ഷേ ബയോളജിയുടെ തിയറി മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ എങ്കിലും എക്സാംസ്, വീക്ക്ലി എക്സാംസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഷെഡ്യൂൾഡ് ആയിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സോ ദാറ്റ് നിങ്ങൾക്ക് പ്രോപ്പർലി ഈ സബ്ജക്ട് തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കും. ആൻഡ് ബയോളജി മെറ്റീരിയൽസ്, പല ആൾക്കാരും ചോദിക്കലുണ്ട് ബയോളജിയിലുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെയുള്ള പെഡിഗ്രി അനലൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ജെൽ ഇലക്ട്രോഫോറസിസ് റൺ ചെയ്യേണ്ട ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് എവിടുന്നാ കിട്ടുക എന്നുള്ളത്, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിക്കുന്ന ഒരു മെറ്റീരിയലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മെറ്റീരിയലിന്റെ PDF നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് JEE-ക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന ഐസർ ആസ്പിറൻസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടും കൂടുതൽ മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും നമ്മളുടെ വെബ്സൈറ്റ് താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, www.crisperlearning.com. ആ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി നോക്കുക. അപ്പം JEE-ക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന ഐസർ ആസ്പിറൻസിന് വേണ്ടിയിട്ട് വാല്യൂ ഡെലിവർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, വാട്സപ്പിലൂടെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പ്, കേരളത്തിലുള്ള ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ മലയാളികളും അടങ്ങുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇരുന്ന് പഠിക്കാം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഐസറിനെ കുറിച്ച് പുതിയ പുതിയ അറിവുകൾ ഞാൻ ആ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഒരു ഫ്യൂച്ചർ സയന്റിസ്റ്റുകളെ കേരളത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ വാല്യൂ ഡെലിവർ ചെയ്തൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിലോ അടുത്ത എന്തെങ്കിലും വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കണമെങ്കിലോ സജഷൻസ് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പം ഐസറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.